Vietnamese. I'm from Vietnamese. I love India. Yeah. Thank you. Yeah rồi. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ശനിയാഴ്ച ആയതിനാൽ ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഇന്നത്തെ യാത്ര അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഹൊച്ചിമിൻ സിറ്റിയിലേക്ക്. ഹൊച്ചിമിൻ സിറ്റിയിലെ സായ്ഗോൺ സൂവിലേക്കായിരുന്നു പ്ലാൻ. സൂവിലെത്തിയ ശേഷം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ആദ്യം കണ്ടത് തന്നെ ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ. എന്നാൽ പിന്നെ ഫുഡ് ഫെസ്റ്റിവലിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. പലതരത്തിലുള്ള ഫുഡുകളാണ് ഇവിടെ ഉള്ളത്. പച്ചക്കറികളും മാംസങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടന്നു. വിയറ്റ്നാമിലെ എല്ലാവരും തന്നെ ഫാമിലികളായി വന്ന് ഇവിടെ ഫുഡുകളൊക്കെ വാങ്ങി അടുത്ത് തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അടുത്തതായി കണ്ട ഷോപ്പിൽ നിറയെ ബാംബൂ റൈസാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന മുളത്തണ്ടിൻ്റെ ഉള്ളിൽ സ്റ്റിക്കി റൈസ് ഇട്ട് വേവിച്ചെടുക്കുന്നു, അതും വിവിധ തരം കളറുകളിൽ. ഈ ഷോപ്പിൽ വളരെ വ്യത്യസ്തമായ ഫുഡുകളാണ് കണ്ടത്. തേളുകളെയും പുഴുക്കളെയും കൂറകളെയും ഒക്കെ കണ്ടാൽ നമ്മളെന്താണ് നാട്ടിൽ ചെയ്യുന്നത്, ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുവോ? നന്നായി എണ്ണയിലിട്ട് പൊരിച്ച് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുമ്പോൾ തന്നെ വാങ്ങി തിന്നാൻ തോന്നും, അത്ര നല്ല രീതിയിലാണ് വറുത്തെടുത്ത് വെച്ചിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ പുൽച്ചാടികളാണെന്ന് തോന്നുന്നു. മറ്റേത് കൂറകൾ പലതരത്തിലും പല സൈസിലുമുള്ള കൂറകളാണ് വറുത്തെടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നല്ല നീളമുള്ള പുഴുക്കളും. കാണുമ്പോൾ നമുക്കും വാങ്ങണമെന്ന് തോന്നി, പക്ഷേ അടുത്ത് ചെല്ലുമ്പോഴുള്ള ഇതിൻ്റെ മണം നമുക്ക് പിടിക്കുന്നില്ല. ഇതിൻ്റെ വില ഒരു പ്ലേറ്റിന് 35,000 VND, നമ്മുടെ നാട്ടിലെ ഏകദേശം 120 രൂപ. തേളും ഇതേപോലെ ഈർക്കിലിൽ കുത്തി വറുത്തെടുത്ത് വച്ചിരിക്കുന്നു. ഇതിൻ്റെ വില ഒരു തേളിന് 40,000 VND, നമ്മുടെ നാട്ടിലെ ഏകദേശം 130 രൂപ. ഒരു തേളിൻ്റെ വിലയാണ് 130 രൂപ. അപ്പോൾ ദിവസവും നമ്മൾ എത്ര തേളിനെയാണ് തച്ചു കൊല്ലുന്നത്? ഈ കാണുന്നത് വലിയ ചെമ്മീൻ്റെ തലയാണ്. ആവശ്യാനുസരണം നമുക്ക് വാങ്ങിയാൽ അവർ വേണ്ട രീതിയിൽ വറുത്തെടുത്ത് തരും. ഒരു ഭാഗത്ത് ചേച്ചി എണ്ണയിൽ നിന്നും പുഴുക്കളെ കോരിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതേ സ്റ്റാളിൽ നിൽക്കുന്ന ഒരാൾ മറ്റൊരു ഭാഗത്ത് പുഴുക്കളെ ഒന്നൊന്നായി തിന്നുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ പുഴുക്കളെ തിന്നാൻ ഒരു പ്രശ്നവുമില്ല, പക്ഷേ നമുക്കതിൻ്റെ അടുത്ത് പോകുമ്പോഴേ ഒരു തരം സ്മെല്ല് കിട്ടുന്നു. ഇതൊക്കെ കണ്ട് പുഴുക്കളെയും തേളുകളെയും വാങ്ങാനുള്ള പ്ലാനും ഉപേക്ഷിച്ച് ഞങ്ങൾ അടുത്ത സ്റ്റാളിലേക്ക് നടന്നു. ആദ്യം കണ്ട സ്റ്റാളിൽ തന്നെ ഞങ്ങൾ കയറി. പിന്നെ അങ്ങോട്ട് എല്ലാ സ്റ്റാളുകളിലും കണ്ടത് വളരെ വ്യത്യസ്തമായ ഫുഡുകളാണ്. ഈ സ്റ്റാളുകളിലൊക്കെ കൂടുതലും സൂപ്പുകളാണ്. നമ്മുടെ നാട്ടിൽ കോഴികളെ കൊല്ലുമ്പോൾ അകത്തു നിന്നും കിട്ടുന്ന ആ ചെറിയ മുട്ട, ആ മുട്ടകൾ കോലിൽ കോർത്ത് വച്ച് ഗ്രിൽ ചെയ്തെടുക്കുന്നു. അങ്ങനെയുള്ള പലതരം വ്യത്യസ്തമായ ഫുഡുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഫുഡുകൾക്കൊക്കെ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് കാണാനുള്ളൂ: ഉപ്പ് കുറഞ്ഞതും എരിവില്ലാത്തതുമായ ഭക്ഷണങ്ങൾ. അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് വിയറ്റ്നാമിൽ നമ്മൾ കൂടുതലായും കാണുന്നത്. മുളന്തണ്ടിൻ്റെ അകത്ത് കളറുള്ള സ്റ്റിക്കി റൈസ് നിറച്ചുണ്ടാക്കുന്ന ഈ ഭക്ഷണം എല്ലാ സ്റ്റാളുകളിലും കാണുന്നുണ്ട്. വേറെ വിയറ്റ്നാമിലെ ഫേമസ് ഫുഡ് എന്ന് പറയുന്നത് പന്നിയും ബീഫും അങ്ങനെയുള്ള മാംസങ്ങൾ ഗ്രിൽ ചെയ്തെടുക്കുന്നതാണ്. അത് ലൈവായി ഗ്രിൽ ചെയ്തെടുത്ത് നമുക്ക് തരുന്നു. അതിനിടയിൽ കക്കകളും ശംഖുകളുമൊക്കെ പുഴുങ്ങാൻ വേണ്ടി വച്ചിരിക്കുന്നു. അതും നമുക്ക് ഇവിടെ കാണാം. ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.